ഞാനിപ്പോൾ ഉള്ളത് നന്ദിയിലാണ്. നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന നന്ദിയിലാണുള്ളത്. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പോക്കിരത്തിനൊക്കെ ഒരു അതിരുണ്ട്. അപ്പോൾ അത് അതിര് കവിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരെ എന്തായാലും കാണാം. ഞങ്ങൾ കണ്ടായത് ഇത് നമ്മളെ നന്ദിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് കണ്ട നിങ്ങൾ. ട്രാഫിക് ബ്ലോക്ക് എന്നല്ല നമ്മളെ വിഷയം. ഇതിപ്പോൾ മണ്ണടിച്ചിട്ട് വാഗാട് പരുവത്തിലാക്കിയാണ്. ഇവിടെയൊക്കെ കമ്പിയൊക്കെ കണ്ടത് ആളുകൾ തടഞ്ഞു പോകും. വണ്ടിയുടെ ടയറിനകത്ത് കാര്യം ഒന്നും രണ്ടും കമ്പികളൊന്നുമല്ല, കണ്ടമാനം ഇഷ്ടം പോലെ കമ്പികളുണ്ട്. വാഹനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ കണ്ട കമ്പി, ഇതിലൊക്കെ ടയർ കുത്തിക്കയറും. ഒരു കമ്പി, രണ്ടാമത്തെ വേറൊരു കമ്പി. ഇത് റോഡാണ്, ദേശീയപാതയാണ്. നമ്മളെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കേണ്ട ദേശീയപാതയാണ്. ഇവിടെ മണ്ണടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് താറ് ചെയ്ത് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കണ്ടേ? ഇതണ്ട, ഇതൊക്കെ റോഡിൻ്റെ അവസ്ഥയാണ്. തോന്നിവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസത്തിന് കയ്യും കാലം വെച്ച ജീവിയാന്ന് ഒരുപക്ഷെ നമ്മൾ വാഗാടിനെ വിശേഷിപ്പിക്കേണ്ടി വരും. പണ്ടാരോ ഒരു പാട്ട് പാടിയിരുന്നു, റോഡെവിടെ മക്കളെ, തോടെവിടെ മക്കളെ, നായിൻ്റെ മക്കളെന്ന്. ഇതൊക്കെ പാടി തിരിച്ച് വാഗാടിനോട് ചോദിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചു. കാരണം പക്ക തോന്നിവാസമാണ് വാഗാട് ദേശീയപാതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട നിങ്ങൾ, ഇവിടെയൊക്കെ കമ്പി, ഇതൊക്കെ കണ്ട കമ്പി ഇങ്ങനെ പൊന്തിക്കെടുക്കാം. ഇത് പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനത്തെ ഈ രീതിയിൽ ആളുകൾക്ക് ജീവന് ഭീഷണിയാണ്, വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാവുന്ന രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥകൾ. സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യമെങ്കിലും ദേശീയപാതയിലൂടെ ടാക്സ് കൊടുത്തു പോകുന്ന വാഹനങ്ങൾക്ക് കിട്ടേണ്ടതില്ല എന്ന ന്യായമായിട്ടുള്ള ഒരു അവകാശമാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നുണ്ട. ഇവിടെ കണ്ട നിങ്ങൾ കമ്പി തരത്തിൽ അങ്ങേയറ്റം പോക്കിരുത്തരാണ്. ഒന്നും രണ്ടെന്നല്ല കേട്ടോ, ഒരു സമ്മേളനത്തിലുള്ള കമ്പി റോഡിലുണ്ട്. ഏതെങ്കിലും ഒന്നിൽ തട്ടിയിട്ട് ആളുകൾ വണ്ടി കുടുങ്ങാനോ പല സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിന് മുന്നേ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അറിയാം, ഇത്രയും വലിയ പ്രശ്നം ചോദിക്കാനൊരു നായിൻ്റെ മക്കളും വരില്ല എന്ന് വാഗാടിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ദേശീയപാതയിൽ ഇത്രയും വലിയ തോന്നിവാസം നടക്കുന്നത്. ഒരു വാഹനത്തിന് പോകാൻ പോലും സേഫ്റ്റി, സുരക്ഷാ പ്രശ്നം, വലിയ പ്രശ്നം, സുരക്ഷാ പ്രശ്നം. ഇപ്പോൾ അന്യസംസ്ഥാന വാഹനങ്ങളൊക്കെ പോകേണ്ട റോഡാണിത്. ഈ പ്രദേശവാസികളല്ല, ഈ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ പ്രതികരിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ഈ വീഡിയോ വൈറലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ.